ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലൊരു കാര്യം, ഒരു പൂജ, വിഷ്ണു സഹസ്രനാമം പഠിക്കണം. എന്നിട്ട് വിഷ്ണു സഹസ്രനാമ പുസ്തകവുമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് കയറണം. അവിടെ വശത്തൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. എന്നിട്ട് കണ്ണുകൾ ആ മുന്നിലുള്ള പാതയിലൂടെ നടന്നു പോകുന്ന ഭക്തന്മാരുടെ പാദങ്ങൾ മാത്രം ശ്രദ്ധിക്കണം. ഇങ്ങനെ 100 കണക്കിന് ഭക്തന്മാർ കടന്നു പോകും. അവരുടെ പാദങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കണം. അപ്പോൾ മനസ്സുകൊണ്ട് ഓരോ പുഷ്പങ്ങൾ ആ പാദങ്ങളിൽ അർപ്പിക്കണം. നിങ്ങൾ ഭക്തിയോടെ, ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ആ കടന്നു പോകുന്ന അവരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഒരാൾ ഭഗവാനായിരിക്കും. അങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് ഭഗവാനെ പൂജിക്കാൻ അവസരം കിട്ടുന്ന ഒരു പൂജയാണിത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ജപം തുടങ്ങിയാൽ, ധ്യാന ശ്ലോകം കഴിഞ്ഞ് ജപം തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ എന്ത് വന്നാലും എണീക്കരുത്. ചിലപ്പോൾ ചില ആളുകളൊക്കെ വന്ന് എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ മഴ വന്ന് ശല്യം ചെയ്യുമോ, എന്തായിക്കോട്ടെ, ഈ 1000 നാമം ചൊല്ലിയിട്ടല്ലാതെ എണീക്കരുത്. നോക്കൂ, കൃഷ്ണനോട് ഒരിക്കൽ അർജുനൻ ചോദിച്ചു, അങ്ങ് എന്താണ് ജപിക്കുന്നത്, എന്താണ് പൂജ ചെയ്യുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തന്മാരുടെ പാദങ്ങളിലാണ് പൂജ ചെയ്യുന്നത്. ഇതാണ് ഈ പൂജയുടെ അടിസ്ഥാനം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും.